ഇസ്രായേലിന്റെ F-35 ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടതായി ഇറാൻ. പിടിക്കപ്പെട്ട ഇസ്രായേലി പൈലറ്റുമാരുടെ വീഡിയോ ഉടൻ പുറത്തുവിടുമെന്ന് ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. 2 ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ പൈലറ്റുമാർ കസ്റ്റഡിയിലുണ്ടെന്നും അവരിൽ ഒരാൾ സ്ത്രീയാണെന്നും ഇറാൻ അധികൃതർ അവകാശപ്പെടുന്നു. അതേസമയം F-35 ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിട്ടതിനെക്കുറിച്ചോ പൈലറ്റുമാരിൽ ആരെയെങ്കിലും കാണാതായതിനെക്കുറിച്ചോ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിമാനം തിരിച്ചറിയുകയും മിസൈൽ ഉപയോഗിച്ച് ഇസ്രായേലിന്റെ F-35 ഫൈറ്റർ ജെറ്റ് വെടിവെച്ചിടുകയായിരുന്നുവെന്നാണ് തസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഘർഷം മുറുകി വരികയാണ്. ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ F-35 യുദ്ധവിമാനം വെടിവെക്കുന്നത് ഇത് 4ാം തവണയാണെന്നും ഇറാൻ അവകാശപ്പെടുന്നു. അതിനിടെ ഇറാൻ F-35 ജെറ്റുകൾ വീഴ്ത്തിയതായി റിപ്പോർട്ടുകൾ വന്നതിനെ തുടർന്ന് F-35 സ്റ്റെൽത്ത് യുദ്ധവിമാനം നിർമ്മിക്കുന്ന അമേരിക്കൻ പ്രതിരോധ കരാറുകാരായ ലോക്ഹീഡ് മാർട്ടിന് സ്റ്റോക്ക് മൂല്യത്തിൽ കുത്തനെ ഇടിവ് സംഭവിച്ചതായി ടെഹ്റാൻ ടൈംസ് തുടർന്നും റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇസ്രായേൽ തെഹ്റാനിലെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലും രാജ്യത്തുടനീളമുള്ള ആണവ സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയത്. അക്രമത്തിൽ IRGCയുടെ തലവന്മാരും പ്രമുഖ ആണവ ശാസ്ത്രജ്ഞരും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇറാൻ ഇസ്രായേലിലും വ്യാപക മിസൈൽ ആക്രമണമാണ് നടത്തിയത്. അമേരിക്ക യുദ്ധത്തിന്റെ ഭാഗമായി മാറുമെന്ന ആശങ്കയ്ക്കിടെ ഇസ്രായേലിന് നേർക്ക് ഇന്ന് വെളുപ്പിനും ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. തെല്ലവീവിൽ മിസൈലുകൾ നാശം വിതച്ചു. തെഹ്റാന് നേരെ ആക്രമണം തുടരുന്നതായി ഇസ്രായേൽ വ്യക്തമാക്കി. രാത്രി ചേർന്ന US ദേശീയ സുരക്ഷാ സമിതി യോഗം ഇറാനെതിരെ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചതായാണ് വിവരം. ഇതോടെ മേഖല വീണ്ടും ഭയാശങ്കയിലാണ്. ഇറാനെതിരെ US നേരിട്ടിറങ്ങിയേക്കുമെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ ഇസ്രായേലിന്റെ ചാനൽ 12നോടാണ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. ചൊവ്വാഴ്ച വൈറ്റ് ഹൌസിലെ സിറ്റുവേഷൻ റൂമിൽ ഉന്നത ഉപദേഷ്ടാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. അതേസമയം വിവിധ ഘട്ടങ്ങളിലായി ആക്രമണം തുടരുമെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിന്റെ വ്യോമകേന്ദ്രങ്ങൾ ആക്രമിച്ചതായും സൈന്യം വ്യക്തമാക്കി. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായി ഒളിച്ചിരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമെന്നും അദ്ദേഹം ഒരു ഈസി ടാർഗറ്റ് മാത്രമാണെന്നും ട്രംപ് ഇന്നലെ അവകാശപ്പെട്ടിരുന്നു. ഇറാനോട് നിരുപാധികം കീഴടങ്ങണമെന്നും ട്രംപ് ആവശ്യപ്പെടുകയും ചെയ്തു. ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ചൊവ്വാഴ്ച ടെലിഫോണിൽ സംസാരിച്ചതായി വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മേഖലയിലെ സമീപകാല സൈനിക വിന്യാസം മൂലമുണ്ടായ അഭ്യൂഹങ്ങൾക്കിടെ ഇറാനെതിരെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ അമേരിക്ക പങ്കുചേരുന്നില്ലെന്ന് വൈറ്റ് ഹൌസ് ഇന്നലെ അറിയിച്ചിരുന്നു. എന്നാൽ ഓരോ ദിവസം കഴിയുന്തോറും സ്ഥിതി മാറി വരികയാണ്. ഇസ്രായേലിന്റെ സൈനിക ഇന്റലിജൻസ് കേന്ദ്രത്തെയും മൊസാദ് പ്ലാനിംഗ് സെന്ററിനെയും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് ആക്രമിച്ചതായി തസ്നീം വാർത്താ ഏജൻസി ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തു. പലഘട്ടമായി ആക്രമണം തുടരുമെന്ന് ഇറാൻ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിൽ കനത്ത ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞു. തെഹ്റാന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവർ ഒഴിയണമെന്നാണ് ഭീഷണി. ഇറാനിലെ മുഴുവൻ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അവധി ഇറാൻ റദ്ദാക്കിയിട്ടുണ്ട്. ഇത് സ്ഥിതി കൂടുതൽ സങ്കീർണമാകുന്നതിന്റെ തെളിവായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉദ്ധരിക്കുന്നത്. ഇറാന്റെ പുതിയ മിലിറ്ററി കമാൻഡറെ വധിച്ചതായി ഇസ്രായേൽ അറിയിച്ചിരുന്നു. തെഹ്റാനിൽ നടന്ന ആക്രമണത്തിൽ IRGCയുടെ ഖത്തം അൽ അൽബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് തലവനായ അലി ഷിദ്വാനിയെ വധിച്ചെന്നാണ് സൈന്യത്തിന്റെ അവകാശവാദം. ഇറാന്റെ ഏറ്റവും മുതിർന്ന സൈനിക കമാൻഡറാണെന്നും ഇറാനിയൻ പരമോന്നത നേതാവ് അലി ഖാംനയുമായി ഏറ്റവും അടുത്ത വ്യക്തിയുമാണ് ഷാംദാനി. എന്നാൽ അലി ഷാംദാനി കൊല്ലപ്പെട്ടോ എന്ന കാര്യം ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല. ഇതാണ് ഇപ്പോൾ പല ഘട്ടങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരം. ഈ ഘട്ടത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ പശ്ചിമേഷ്യയിൽ തുടരുന്നത് വലിയ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്.